ഇപ്പം ഉദാഹരണത്തിന് മാറാട് ഡിവിഷന് ഉൾപ്പെട്ട 49/49 എന്ന വീട്ടു നമ്പറിൽ 327 വോട്ടർമാരുണ്ട്. ഒരു വീട്ടിൽ 327 വോട്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ വീടിൻ്റെ വലിപ്പം കാണണം. നമ്മൾ കർണാടകയിൽ കണ്ടതുപോലെ 80 വോട്ടർമാർക്ക് ഒറ്റ മുറിയിൽ 2 പായ ഇട്ടാൽ നിൽക്കാൻ ഇടമില്ലാത്തടുത്ത് 80 വോട്ടർമാരെ കൊണ്ടതാണ് ഏറ്റവും വലുതെങ്കിൽ, അതിനേക്കാൾ കുടുസായ വീട്ടിനകത്ത് 327 വോട്ടർമാരെ കൊള്ളിച്ചിരിക്കുന്നു. കോർപ്പറേഷൻ വോട്ടർ പട്ടികയും അതിൽ വന്നിട്ടുള്ള വോട്ട് ഇരട്ടിപ്പുകളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ്. ഒരു ID കാർഡ് നമ്പറിൽ 6 വോട്ടർമാർ, ഒരു വീട് നമ്പറിൽ 300-ലധികം വോട്ടർമാർ, വീട് നമ്പർ ഇല്ലാത്ത വോട്ടുകൾ. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നാണ് ഞങ്ങളുടെ വിഷയം. വളരെ ഗൗരവമായ ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നമ്മുടെ കോർപ്പറേഷനിലും ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വോട്ടർ പട്ടിക വെരിഫൈ ചെയ്ത് കുറ്റമറ്റതാക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ആക്ഷേപങ്ങൾ കൊടുക്കാനുള്ളത് ചെറിയ ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ വോട്ടർമാർക്ക് അനുവദിച്ചിട്ടുള്ളത്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. ഒരു പൗരനൊരു വോട്ട്, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കൊരു വോട്ട്. പക്ഷേ ഒരു വീട്ടിൽ തന്നെ 300-400 വോട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ വീട് നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽ ഉദാഹരണ സഹിതമായി തെളിവുകൾ സഹിതം വോട്ടർ പട്ടികയോടുകൂടിയാണ് നിങ്ങൾക്കിവിടെ ഈ റിലീസ് ഞങ്ങൾ തരാൻ പോകുന്നത്. നേരത്തെ നാദാപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും അതുപോലെ മറ്റിടങ്ങളിലും ആവശ്യമായത് ചേർക്കാനും കൊള്ളിക്കാനും CPM-നും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അവസരം ഈ രാജ്യത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ഒത്താശയോടും കൂടിയാണ് ഇക്കാര്യങ്ങളൊക്കെ കേരളത്തിലുടനീളം നടക്കുന്നത്. ഇതൊരു ജില്ലയിലോ കോർപ്പറേഷനിലോ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. നമ്മുടെ കേരള സംസ്ഥാനത്ത് വ്യാപകമായ ക്രമക്കേട് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും വരുന്ന വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പരാജയപ്പെടുമെന്ന് കാണുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പിലും CPM എടുക്കുന്ന നിലപാട് വളരെ വിചിത്രമാണ്. 2010 കോർപ്പറേഷൻ UDF-ന് അനുകൂലമാകുമെന്ന് കണ്ടപ്പോഴാണ് എലത്തൂരും ബേപ്പൂരും അതിനോടൊപ്പം കൂട്ടിച്ചേർത്തത്. ജില്ലാ പഞ്ചായത്ത് UDF-ൻ്റെ കയ്യിൽ നിന്ന് പോയത് ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ്. ഇപ്പം ജനഹിതം അല്ലെങ്കിൽ മാറിയിട്ടുണ്ട്. ജനവികാരം പരിപൂർണമായി UDF-ന് അനുകൂലമാണ് എന്ന് കണ്ടപ്പോൾ അത് അനുകൂലമാകാതിരിക്കാൻ കൃത്രിമമായ മാർഗത്തിലൂടെ കോർപ്പറേഷനും അതുപോലെ പഞ്ചായത്തും പിടിക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശയോടുകൂടി ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് മാറാട് ഡിവിഷന് ഉൾപ്പെട്ട 49/49 എന്ന വീട്ടു നമ്പറിൽ 327 വോട്ടർമാരുണ്ട്. ഒരു വീട്ടിൽ 327 വോട്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ വീടിൻ്റെ വലിപ്പം കാണണം. നമ്മൾ കർണാടകയിൽ കണ്ടതുപോലെ 80 വോട്ടർമാർക്ക് ഒറ്റ മുറിയിൽ 2 പായ ഇട്ടാൽ നിൽക്കാൻ ഇടമില്ലാത്തടുത്ത് 80 വോട്ടർമാരെ കൊണ്ടതാണ് ഏറ്റവും വലുതെങ്കിൽ, അതിനേക്കാൾ കുടുസായ വീട്ടിനകത്ത് 327 വോട്ടർമാരെ കൊള്ളിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, പുത്തൂർ ഡിവിഷനിൽ 4/400 എന്ന വീട് നമ്പറിൽ 248 വോട്ടർമാരുണ്ട്. 3/418 എന്ന വീട്ടു നമ്പറിൽ 196 വോട്ടർമാരുണ്ട്. ഇതിൽ 11 കൊമ്മൂര് ഡിവിഷനിലും മൊകബൂർ ഡിവിഷനിലും 43 കുണ്ടപ്പറമ്പ് ഡിവിഷനിലുമാണ്. ഡിവിഷൻ പലതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെ ഡിവിഷനിൽ പോരായ്മയുണ്ടോ, ഏതൊക്കെ ഡിവിഷൻ പിടിച്ചടക്കണോ അതിന് പറ്റുന്ന രൂപത്തിൽ ഒരേ വീട്ടു നമ്പറിലാണ് ഇത്രയും വോട്ടുകൾ അവർ കൊണ്ടുവന്നത്. ഒരു വീട്ടു നമ്പറിൽ 350 വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പറയണ്ടേ. ഒരു ID കാർഡിൽ 6 വോട്ടുകൾ, ഒറ്റ ID കാർഡ്, അതിൽ 5 വോട്ടുകൾ, 4 വോട്ടുകൾ, 3 വോട്ടുകൾ എന്ന് വേണ്ട എല്ലാം കൃത്രിമമായി ഉണ്ടാക്കി ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കി. 5/0 എന്ന വീട്ടു നമ്പറിലെ 192 വോട്ടർമാരിൽ 149 മൊകബൂർ ഡിവിഷൻ ജയിച്ചു കയറാൻ, 43
കുണ്ടൂപ്പറമ്പ് ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുന്നു. വളരെ വിദഗ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. 50/50 എന്ന വീട് നമ്പറിൽ 103 വോട്ടർമാരിൽ 26 എണ്ണം മാറാടിലും 72 എണ്ണം നടുവട്ടം ഡിവിഷനിലും 5 എണ്ണം മാത്തോട്ടം ഡിവിഷനിലും എണ്ണം കണക്കായി. വീട്ട് നമ്പർ ഇല്ലാത്ത സ്ഥലങ്ങളിലും വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരാണ് ഇതൊക്കെ? ആരൊക്കെയാണ്? എവിടെയൊക്കെ ഉള്ളവരാ? എന്തെങ്കിലും ഒരു ഊരും പേരും വേണ്ടേ? ഒരാൾ തന്നെ 5ഉം 6ഉം വോട്ട് ചെയ്യുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം നമ്മുടെ കോർപ്പറേഷനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പഠിച്ചുകൊണ്ടിരിക്കുക. തുടർന്ന ദിവസങ്ങൾ ഇതും കൂടി ഞങ്ങൾ വെളിപ്പെടുത്തും. കഴിഞ്ഞ ദിവസം നമ്മൾ UDF-ൻ്റെ നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞു അട്ടിമറി നടക്കുന്നുണ്ടെന്ന്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ സമീപിച്ചു. വളരെ ഗുരുതരമായ ക്രമക്കേടാണ് വോട്ടർ പട്ടികയിലുള്ളതെന്ന് ഞങ്ങൾ രേഖാമൂലവും അതുപോലെ നേരിട്ടും അദ്ദേഹത്തെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്.